നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. യശസ്വി ജയ്സ്വാളിനില്ലാത്ത ആ കഴിവ് അഭിഷേകിനുണ്ട്. അതിനാൽ യശസ്വി ജയ്സ്വാൾ ഇനിയും കാത്തിരിക്കണം. അജിത് തകാർക്കർ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റനായി സൂര്യകുമാർ വീണ്ടും തിരിച്ചെത്തി. വൈസ് ക്യാപ്റ്റനായി ഒപ്പം ശുഭ്മാൻ ഗില്ലും ഉണ്ടാകും. പുതിയ സ്ക്വാഡിൽ ഇന്ത്യക്ക് ഓപ്പണിംഗിൽ 3 ഓപ്ഷനുകളാണുള്ളത്: അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ശുഭ്മാൻ ഗിൽ. ഇതിൽ അഭിഷേക് സഞ്ജു എന്ന കോമ്പിനേഷനോ അല്ലെങ്കിൽ അഭിഷേക് ഗിൽ എന്ന കോമ്പിനേഷനോ ആകും ഇന്ത്യ പരീക്ഷിക്കുക. എന്തായാലും ഫസ്റ്റ് ചോയ്സായി അഭിഷേക് ശർമ്മയുണ്ടാകും, അത് ഉറപ്പാണ്. മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന യശസ്വി ജയ്സ്വാളിന് ടീമിലെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒരു സ്റ്റാൻഡ് ബൈ താരമായിട്ടായിരിക്കും യശസ്വി ടീമിനൊപ്പം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ജയ്സ്വാളിനെ ടീമിലെടുക്കാത്തതിന്റെ കാരണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചീഫ് സെലക്ടറായ അജിത് തകാർക്കർ. അഭിഷേക് ശർമ്മയ്ക്ക് ബൗൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് അഭിഷേകിനെ ടീമിലെത്തിച്ച കാരണം. ഇന്ത്യക്കായി മുൻ മത്സരങ്ങളിലും അഭിഷേക് പുറത്തെടുത്തത് മികച്ച പ്രകടനങ്ങളാണ്. അതിനൊപ്പം ബൗൾ ചെയ്യാനും അവന് സാധിക്കും. എന്നാൽ ജയ്സ്വാളിന് ഇത് നിർഭാഗ്യമാണ്. IPL റൺ വേട്ടക്കാരിൽ 7-ാമനാണ് ജയ്സ്വാൾ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ടീമിന്റെ 1-ാമനും.